തുർക്കിക്കും ഇസ്രായേലിനും ഇടയിൽ സംഘർഷങ്ങൾ അധികമാകാൻ പോവുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മൾ ചില ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ബറാക്ക് MX ഇസ്രായേൽ നിർമ്മിച്ച ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. ഇത് സൈപ്രസിലേക്ക് അവർ അയച്ചിട്ടുണ്ട്. 2021 കൊണ്ടുവന്ന ഈ ഒരു ഡീൽ അതിന്റെ ആദ്യ ഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിന് തുർക്കിയുടെ പക്കൽ നിന്നും പല വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായും ഇതിനൊരു റിട്ടാലിയേഷൻ ചെയ്യും. ഈ സൈപ്രസ് പ്രദേശത്ത് ഇസ്രായേൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയും ഈ ഒരു പ്രദേശത്തെ അവിടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ നേരിട്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള പ്രസ്താവനകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബറാക്ക് MX ബറാക്കല്ലേ ഇസ്രായേലും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ചത്? അപ്പോൾ ഇന്ത്യയുടെ അപ്രൂവൽ ഇതിന് വേണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇന്ത്യയും ഉണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സൈപ്രസ് മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദ്വീപ്. ഇത് വളരെ ചെറിയ സൈസ് ദ്വീപുമല്ല, അല്ലെങ്കിൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള ഒരു ദ്വീപ് എന്നും പറയാനും സാധിക്കില്ല. 2025 കണക്കനുസരിച്ച് നോക്കിയാൽ ഇവിടെ ഒരു 15 ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്നതായി ഡാറ്റയുണ്ട്. മാത്രവുമല്ല, ഈ സൈപ്രസിന്റെ മുഴുവൻ ഭൂപ്രദേശം നോക്കിയാൽ 9300 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ മാത്രം. എന്നാൽ ഇതുപോലും 2 പ്രദേശങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഈ സൈപ്രസ് എന്ന പ്രദേശം 1960കളിൽ ബ്രിട്ടന്റെ പക്കൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങുന്നു. സ്വാതന്ത്ര്യം വാങ്ങിയതിനു ശേഷം അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം എല്ലാ രാജ്യത്തിലും ഉള്ളതുപോലെ പാർലമെന്റ് ബേസിസിൽ ഇവർക്കുള്ളൊരു ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചു. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ആ രാജ്യത്തെ ഭരിക്കണം എന്ന് ചിന്തിച്ച് ഒരു ഡെമോക്രാറ്റിക് രാജ്യമായി മാറാൻ തുടങ്ങി. സൈപ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റീസ് ഗ്രീസ്, തുർക്കിയിലുള്ള വ്യക്തികളുമാണ്. കൂടാതെ അർമേനിയ വംശീയരും ഇവിടെയുണ്ട്. എന്നാൽ ഇവർക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 1960 ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാലും 70 ശേഷം ഒരു പുതിയ പ്രശ്നം ഉണ്ടാകുന്നു. ഗ്രീസ് വംശീയർ അവിടെ സുപ്പീരിയർ ആണ്, തുർക്കിയിലുള്ളവർ അവിടെ മൈനോറിറ്റീസ് ആയി ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ഞങ്ങൾക്കുള്ള ഒരു അവകാശം ഇവിടെ ഇല്ല എന്ന രീതിയിൽ ഒരു ചെറിയ പ്രശ്നമായി തുടങ്ങി. പിന്നീട് 1974 തുർക്കി പ്രശ്നത്തിനുള്ളിലേക്ക് വരുന്നു. തുർക്കി ചെയ്തത് ഇവിടെയുള്ള എൻ്റെ പൂർവികരെ നിങ്ങൾ ഒരുപാട് ടോർച്ചർ ചെയ്യുകയാണ്, മറ്റു മാർഗമൊന്നും ഇല്ല എന്ന് കരുതി അവിടെ ഒരു സിവിൽ വാർ ഉണ്ടാകുന്നു. സിവിൽ വാർ സംഭവിച്ചതിന് ശേഷം തുർക്കി അകത്തേക്ക് കടന്ന് ഈ നോർത്തേൺ പ്രദേശത്തെ പൂർണ്ണമായും ഒക്കുപൈ ചെയ്തു. ആ ഒരു പ്രദേശത്തിന് TRNC എന്ന പേരും കൊടുത്തു, ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ്. ഇപ്പോൾ ഇത് ലോകത്തിലുള്ള ഏതൊരു രാജ്യവും അംഗീകരിച്ചില്ല. കാരണം ഇതിന്റെ മുഴുവൻ ഭൂപ്രദേശം തന്നെ 3300 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതലാണ്. അപ്പോൾ ഈ സൈപ്രസിന്റെ മുഴുവൻ ഭൂപ്രദേശത്തിൽ 1/3 ഭാഗം തുർക്കി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പേരിന് ഒരു ഭരണം കൊണ്ടുവന്നാൽ പോലും നേരിട്ട് തുർക്കിയുടെ അഡ്മിനിസ്ട്രേഷനാണ് അവിടെ സംഭവിക്കുന്നത്. UN സഭ ഉൾപ്പെടെ ആരും തന്നെ TRNC ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അവിടെ മിലിറ്ററി എയ്ഡ്, എക്കണോമിക്കൽ എയ്ഡ് ഇവയ്ക്കൊക്കെ തുർക്കിയാണ് ആശ്രയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് സൈപ്രസിന്റെ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ചില സഹായങ്ങൾ, അമേരിക്കയുടെ ഈ സഹായം ഇവർക്ക് ലഭിക്കണം. ഇതിനെല്ലാം ഈ സൈപ്രസിലുള്ള ബേസിസിനെ ആക്സസ് ചെയ്ത് അവിടെയുള്ള ചില പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ എന്നാണ് പാസ്സാകുന്നത്. മാത്രമല്ല, സിറിയയിൽ HDSന്റെ ഡോമിനൻസ് അധികമാകും തോറും അവിടെ ഭരണം അവർ പിടിച്ചെടുത്തതിന് ശേഷം തുർക്കി വളരെ എളുപ്പത്തിൽ ഇസ്രായേലിനെ നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിനെതിരെയുള്ള ഗ്രൂപ്പ്സിനെ വളരെ എളുപ്പത്തിൽ അവരെ കൊണ്ട് ഇങ്ങനെ വർദ്ധിപ്പിക്കാനും വിന്യസിപ്പിക്കാനും കഴിയും. അപ്പോൾ സൈപ്രസിൽ ഒരു ചെക്ക് വെച്ചാൽ മാത്രമേ ഇവിടെ തുർക്കിയെ കൊണ്ട് കൂടുതലായും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഇസ്രായേലിന്റെ ഒരു പദ്ധതി. എന്നാൽ ഇസ്രായേൽ സൈപ്രസിനെ സഹായിക്കുന്നത് സാധാരണ ടാസ്കേ അല്ല. കാരണം ഇതിന് മുൻപ് സഹായിക്കണമെന്ന് ചിന്തിച്ച രാജ്യങ്ങളെല്ലാം തുർക്കിയുടെ പ്രഷർ കാരണം പിന്നിലേക്ക് പോയിട്ടേ ഉള്ളൂ, റഷ്യ ഉൾപ്പെടെ. ഇവിടെ റഷ്യയെ മെൻഷൻ ചെയ്യാൻ കാരണം റഷ്യയുടെ വെപ്പൺ സിസ്റ്റം S-300 ഇത് 1990s സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ തന്നെ നൽകാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ തുർക്കി അത് ചെയ്യാൻ അനുവദിച്ചില്ല. റഷ്യ പിന്നീട് പുതുതായി വന്നതിന് ശേഷം S-300ന്റെ 2 യൂണിറ്റ്സ് സൈപ്രസിൽ അയക്കാനുള്ള ഒരു ഡീൽ മേക്ക് ചെയ്തു. എന്നാൽ അപ്പോൾ സൈപ്രസ് ഈ വെപ്പൺ സിസ്റ്റം നൽകുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ചെയ്യും, ഇവിടെ ബ്ലാക്ക് സീയിൽ നിങ്ങളുടെ ആക്സസ് ഞങ്ങൾ കുറയ്ക്കുമെന്നൊക്കെ നേരിട്ട് റഷ്യയ്ക്ക് ഒരു മുന്നറിയിപ്പ് തുർക്കി നൽകി. ഇതിനായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പോലും റഷ്യക്കെതിരെ തുർക്കി എടുത്തു. അപ്പോൾ പിന്നെ റഷ്യ മറ്റു മാർഗമില്ലാതെ അവരിലേക്ക് പോകേണ്ട ഈ S-300 സിസ്റ്റംസിനെ അങ്ങനെ ഗ്രീസിലേക്ക് മാറ്റി. അതിനുശേഷമാണ് തുർക്കി പറഞ്ഞത്
ഇതിനുശേഷം ആരെങ്കിലും സൈപ്രസിലേക്ക് ഒരു സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ, അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ മിലിറ്ററിയെ കൊണ്ടുപോയി ഞാൻ എൻ്റെ നോർത്തേൺ സൈഡിൽ നിർത്തും. ഈ TRNC കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് ഞങ്ങൾ നിർത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകി. ഇത് കാരണം വലിയ സഹായങ്ങളൊന്നും സൈപ്രസ് ദ്വീപിലേക്ക് വന്നില്ല. അമേരിക്കയുടെ ബേസിസും UK ബേസിസും അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു റീജിയണിനപ്പുറം തുർക്കിയുടെ ഡോമിനൻസ് ഉള്ള പ്രദേശങ്ങളിലേക്ക് ആരും സഹായം ചെയ്യാൻ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ പോലും ശ്രമിച്ചിട്ടില്ല. എന്നാൽ 2021 വരെ മാത്രമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. 2021 ഇസ്രായേലിന്റെ നിർമ്മിതിയായ ബറാഖ് MX സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം സൈപ്രസ് 2 യൂണിറ്റ് ഓർഡർ ചെയ്തു. 2025 നൽകണമെന്നുള്ളതായിരുന്നു ഇവർക്കുള്ളിലെ ഡീൽ. എന്നാൽ പല പ്രശ്നം കാരണം 1 യൂണിറ്റ് ഇപ്പോഴാണ് നൽകിയത്. ഇപ്പോൾ ഇതിന് തുർക്കിയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണ്ടേ? 2-3 ദിവസമായി തുർക്കിയുടെ ന്യൂസ് ഔട്ട്ലെറ്റ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂർണ്ണമായും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, തുർക്കി ഇത്രത്തോളം ഇതിനെ തടയുന്നുവെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ. ഈ ബറാഖ് ഇന്ത്യയും ഇസ്രായേലും ചേർന്നല്ലേ നിർമ്മിച്ചത്? ആ ഒരു മിസൈൽ സിസ്റ്റം ആണോ ഇത്? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. കാരണം ബറാഖ് 8 ആണ് ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് നിർമ്മിച്ചത്. അതായത് ഷിപ്പ് ബേസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. കപ്പൽ വിരുദ്ധ മിസൈലുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും കപ്പലുകളെ സംരക്ഷിക്കുന്ന പണികൾക്ക് വേണ്ടിയും നിർമ്മിച്ചതാണ് ഈ ബറാഖ് 8. എന്നാൽ ബറാഖ് MX എന്നത് പൂർണ്ണമായും ഇസ്രായേലിന്റെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച, ഇസ്രായേലിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ബറാഖ് 8 ഏതെങ്കിലും രാജ്യത്തിന് നൽകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അഭിപ്രായം, DRDOയുടെ അപ്രൂവൽ അവിടെ ആവശ്യമായി വരികയുള്ളൂ. എന്നാൽ ബറാഖ് MX എന്നത് പൂർണ്ണമായും ഇസ്രായേൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ അവർക്കത് ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ഏത് രാജ്യത്തിന് വേണമെങ്കിലും സെയിൽ ചെയ്യാം. ഇതിനകം തന്നെ ഇസ്രായേൽ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇത് വിറ്റിട്ടുണ്ട്. കൊളംബിയ, മൊറോക്കോ പോലെ രാജ്യങ്ങൾക്ക് ഇതിനകം തന്നെ ബറാഖ് MX ഇസ്രായേൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും പല രാജ്യങ്ങൾ ഈ ഒരു മിസൈൽ സിസ്റ്റം ചോദിക്കുന്നുണ്ട്. ഉക്രൈൻ പോലും ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് അയൺ ഡോം നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഈ ബറാഖ് MXന്റെ ചില യൂണിറ്റ്സ് എങ്കിലും നൽകുക. കാരണം അത്രത്തോളം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് സിസ്റ്റമായി ഇത് പുറത്തറിയപ്പെടുന്നുണ്ട്. യുദ്ധകളത്തിൽ ഇതിന്റെ ഉപയോഗം അധികമില്ലെങ്കിൽ കൂടിയും ഇതൊരു ഇസ്രായേൽ ടെക്നോളജിയാണ്. ആ ഒരു ലേബൽ ഇതിനുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇത് വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനൊന്നും തയ്യാറായിട്ടില്ല. സ്ട്രാറ്റജിക്കലി അവർക്ക് ഗുണമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് അവിടെ വരണം എന്ന ആഗ്രഹമുള്ള ചില ലൊക്കേഷൻസിൽ മാത്രമാണ് ഇവരിത് നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ സൈപ്രസിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. 2025 അവസാനത്തിനുള്ളിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്നും പറയുന്നു. ഇത് സൈപ്രസിന്റെ പ്രസിഡന്റ് ഓഫീസ് തന്നെ ഒഫീഷ്യലായി പറഞ്ഞു. കാരണം ഇവിടെ ഒരുപാട് റെഡ് ലൈൻസ് ഉണ്ട്. ആരും നൽകാൻ പാടില്ല എന്ന സ്ഥാനത്ത് ഇതിപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഡെപ്ലോയ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ പ്രശ്നം വരുമെന്ന് തുർക്കി പറഞ്ഞു. പക്ഷെ 2025 അവസാനത്തോടു കൂടി ഇത് ഡെപ്ലോയ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ തുർക്കി എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് എത്രത്തോളം ക്യാപ്പബിളായ എൻഗേജ്മെന്റ് റേഷ്യോ നൽകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 150 കിലോമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം എൻഗേജ്മെന്റ് റേഞ്ച്. അതായത് ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ്, ഒരു ക്രൂയിസ് മിസൈൽ അകത്തേക്ക് വരികയാണെങ്കിൽ 150 കിലോമീറ്റർ വരെയും ഇതിനെ കൊണ്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ ടാർഗറ്റ് ട്രാക്കിംഗ് റേഞ്ച് എന്നത് 380 കിലോമീറ്ററിലും അധികമാണ്. അപ്പോൾ ഒരു 400 കിലോമീറ്റർ വരെയും തുർക്കിയുടെ ചില ഭൂപ്രദേശം വരെയും ഉൾപ്പെടുത്താൻ കഴിയും. ഇത് എവിടെ നിന്നാണ് പറക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം വളരെ എളുപ്പത്തിൽ സൈപ്രസിനെ കൊണ്ട് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത് സൈപ്രസിനെ ലഭിക്കുന്ന ഒരു ഡാറ്റ മാത്രമല്ല, ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ പക്കൽ നിന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങി എന്ന് ചിന്തിക്കുക. അത് വാങ്ങി എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ഒരു പേര്. പക്ഷേ അതിലൂടെ ലഭിക്കുന്ന എല്ലാ ചാരപ്രവർത്തികളും ഡാറ്റയും ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തുർക്കിയെക്കുറിച്ചുള്ള പല ഡാറ്റാസ് ഈ ഒരു സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വഴി ഇസ്രായേലിനെ കൊണ്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ഇത് ഭാവിയിൽ തീർച്ചയായും സംഭവിക്കും. ഇപ്പോൾ ഈ ഒരു മിസൈൽ ഇവർ ഡെപ്ലോയ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. ഇനി ഡെപ്ലോയ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു ട്രെയിനിങ് നൽകാൻ പോകുന്നതെല്ലാം ഇസ്രായേൽ സൈനികരാണ്. ഡെപ്ലോയ് ചെയ്യപ്പെട്ടാൽ അടുത്ത 3 മാസത്തേക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈവായി ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, ചില മിലിറ്ററി ഡ്രിൽസിൽ ഉൾപ്പെടുത്തുക, ഇതെല്ലാം ഈ സെപ്റ്റംബർ മാസം മുതൽ അടുത്ത 6 മാസം വരെയും ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ മിസൈൽ ഓപ്പറേറ്റേഴ്സും ചേർന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരിലൂടെ ഇസ്രായേലിന് ഒരുപാട് ഇൻപുട്സ് ലഭിക്കാൻ പോവുകയാണ്. ആദ്യം തുർക്കിക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ അവർക്കെതിരെ എന്തെല്ലാം നടപടികൾ എടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അകത്തേക്ക് കടന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് എല്ലാം ഓരോന്നായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തുർക്കി കൺട്രോൾ ചെയ്യുന്ന ഏരിയ, അതായത് തുർക്കിയുടെ ഈൽഡായിട്ടുള്ള HTS കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ ഡെയിലി എയർ സ്ട്രൈക്ക് സംഭവിക്കുന്നുണ്ട്. മറുവശത്ത് സൈപ്രസിന്റെ നോർത്തേൺ പ്രദേശത്തിന് അടുത്ത് കൊണ്ടുവന്ന് അവരുടെ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം നിർത്തുന്നുണ്ട്. ഇവയെല്ലാം തുർക്കിക്ക് നൽകുന്നത് ഒരു മെസ്സേജ് ആണ്. എപ്പോഴായാലും എനിക്ക് നിനക്കെതിരെ എന്തും ചെയ്യാൻ സാധിക്കും, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നത് അതെല്ലാം ഞാൻ ചെയ്യും.
ഇങ്ങനെ ഡയറക്റ്റ് തന്നെ ഇസ്രായേൽ തുർക്കിക്ക് ഒരു ത്രെഡ് കൊടുക്കുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ തുർക്കി ഇതിന് മറുപടി എന്നതിനപ്പുറം കൂടുതലൊന്നും ചെയ്തിട്ടില്ല. കാരണം അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രായേലിനുണ്ട്, തുർക്കിക്കും അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ട്. എന്നാൽ ഇസ്രായേലാണോ തുർക്കിയാണോ എന്നൊരു ഓപ്ഷൻ, ഒരു ചോദ്യം അവിടെ വരുമ്പോൾ തീർച്ചയായും തുർക്കിക്ക് വലിയ സപ്പോർട്ടൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇസ്രായേൽ ആദ്യമായി തുർക്കിക്കെതിരെയുള്ള ഒരു മൂവ് അവിടെ ചെയ്തിട്ടുണ്ട്, സൈപ്രസിന് എയർ ഡിഫൻസ് സിസ്റ്റം നൽകിയതിലൂടെ. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും പരസ്പരം കണക്റ്റ് ആകുന്നുണ്ട്. അവർക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നതിന് പകരം കരുനീക്കങ്ങൾ ഓരോന്നും നടക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു മിലിറ്ററി ആക്ഷൻ നടക്കാനുള്ള ചെറിയ ചെറിയ പടികളാണ് ഇവയെല്ലാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.